കേന്ദ്ര സർക്കാരിന്റെ തുടർച്ചയായ അവഗണനയിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് കടുത്ത പ്രതിഷേധം. മറ്റു പ്രളയബാധിത സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ തീരുമാനം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോവുകയാണ്. എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിനടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 7 വീടുകളുടെ കോൺക്രീറ്റിംഗ് പൂർത്തിയായി കഴിഞ്ഞു. ഇതൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ ഈ ദുരന്തബാധിതരോടുള്ള സമീപനമാണ് വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. ഇവരുടെ കടങ്ങൾ എഴുതി തള്ളണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ളത്. നമുക്കറിയാം, ഒരു വർഷം കഴിഞ്ഞ് 1 മാസം 1.5 മാസമായി ഇതുവരെ. ഇപ്പോൾ ആദ്യ സമയങ്ങളിൽ ജൂലൈ 30-ന് ശേഷം ഞങ്ങൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇവിടെ വന്നു, തെരച്ചിൽ വരെ നിർത്തിയിട്ട്. അപ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ഒരു ഫണ്ട് കിട്ടും എന്നുള്ളത്. ഇവിടുന്ന് 2200 കോടി സംസ്ഥാന സർക്കാർ ഒരു കണക്ക് കൊടുത്തു. അതിന് പകുതിയെങ്കിലും കിട്ടുന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. ഇന്ന് വരെ ആ ഒരു പൈസ തന്നിട്ടില്ല. ആ കേസ് വിട്ട് അത് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ആകട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ ആകെ അവിടെ ആ 3 വാർഡിലുള്ള ആളുകളുടെ കടം എന്ന് പറയുന്നത് 36 കോടിയാണ്. ഈ 36 കോടി രൂപ എഴുതി തള്ളാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഹിമാചൽ പ്രദേശിനും പഞ്ചാബിനും വേണ്ടി കൂടി ഇന്നലെയാണ് 3100 കോടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിന് തെലങ്കാനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, കോർപ്പറേറ്റുകൾക്ക് എല്ലാ വർഷവും ലക്ഷക്കണക്കിന് കോടിയാണ് എഴുതി തള്ളുന്നത് അവരെ ടാക്സ് കോർപ്പറേറ്റുകൾക്ക്. ഇത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവിടെ എസ്റ്റേറ്റിൽ തൊഴിലാളികളാണ് കൂടുതൽ ഭൂരിഭാഗവും ഈ ദുരന്തത്തിൽ പെട്ടിട്ടുള്ളത്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇതെന്തോ ഒരു മനഃപൂർവ്വം തരാതിരിക്കുന്ന ഒരു പ്രവണതയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത്. ഞങ്ങളോടെന്തിനാണ് ഇങ്ങനെ ഒരു വൈരാഗ്യം പോലെ ഈ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരിക്കലും ശരിയല്ല. ഇത്രയും ചെറിയ തുക 36 കോടി ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് എത്ര ചെറിയ തുകയാണെന്ന് നമുക്കറിയാം. ആ ഒരു തുക പോലും ഈ ദുരന്തബാധിതർക്ക്, കേരളത്തിലെ വയനാട്ടിലെ ഈ ദുരന്തബാധിതർക്ക് വേണ്ടി എഴുതിത്തള്ളാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെങ്കിൽ എന്താണ് ഈ ജനങ്ങളോട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സമീപനം എന്നുള്ളത് തന്നെയാണ് ചോദിക്കാനുള്ളത്. എന്തായാലും അടുത്ത 3 ആഴ്ച കഴിയുമ്പോഴെങ്കിലും ഒരു പോസിറ്റീവായ തീരുമാനം ഉണ്ടാകുമെന്നാണ് ഈ ദുരന്തബാധിതർ പ്രതീക്ഷിക്കുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.